എനിക്ക് ജിനോജൻ പിടിച്ചതിൽ ഏറ്റവും വലിയ പുല്ലൻ. ഇത് കിട്ടിയ ജിനോജൻ സൂപ്പർ ആയിരിക്കേ. വേണ്ടേ? ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറിയക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്ക്. നമ്മുടെ വീഡിയോസിനകത്ത് ഫിഷിംഗ് വീഡിയോസ് മിസ് ചെയ്യുന്നു കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മളിതേ കയാക്ക് എടുത്തുകൊണ്ട് മീനച്ചിലാറിൻ്റെ നടുക്കാണ്. ഞാനും ഉണ്ട്, ജിനോശാസനുണ്ട്. നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മളിന്ന് 2 രീതിയിലുള്ള മീൻ പിടുത്തമാണ് ട്രൈ ചെയ്യുന്നത്. നമ്മളിന്ന് നാടൻ മീൻ പിടുത്തവും അതിൻ്റെ കൂടുതൽ നമ്മൾ ലോവർ കാസ്റ്റിങ്ങും ചെയ്യും. നല്ല കാറ്റാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ കയാക്ക് തുഴയാൻ നല്ല പാടാണ്. നമ്മളിതുവരെ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം സ്പോട്ടിൽ പോയിട്ട് നല്ല തീറ്റയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ മീനുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ കയാക്ക് തുഴയാനായിട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ പാടാണ്. കാര്യം കാറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. നിങ്ങൾക്കത് ആ വെള്ളത്തിലെ ഓളം നോക്കിയാൽ മനസ്സിലാകും. ഇത് നേരെ കാണുന്ന തിരിവാണ് നമ്മൾ ചൂണ്ടയിടുന്ന സ്ഥലം. നമ്മളിവിടെ 2-3 ദിവസമായിട്ട് തീറ്റ ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീനുകളൊക്കെ ഈ സ്ഥലം വിട്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പം നമ്മൾ കയാക്കിന് ഇതുണ്ടോ കറക്റ്റായിട്ട് ഈ ഒരു ഗ്യാപ്പിലേക്ക് കയറ്റി പാർക്ക് ചെയ്യുവാണ്. പാഡിലിനെടുത്ത് ഇതിനകത്തേക്ക് വെക്കുന്നു. അതിനുശേഷം കാലെടുത്ത് പാഡിലിൻ്റെ മേളിൽ കൂടെ വെക്കുന്നു. നമ്മൾ ഇന്ന് വീണ്ടും ബാക്ക് ടു മഞ്ഞ തീറ്റ എടുത്ത് വെച്ചിട്ടുണ്ട്. പെർഫെക്റ്റ്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഇന്നൊരു സ്പൈഡർ ഹുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ എന്തോ സാധനം കിടന്ന് മറിയുന്നുണ്ട്. ഒന്നുകിൽ കൂരിവാളായിരിക്കും, അല്ലെങ്കിൽ രോഹു ആയിരിക്കും, കട്ടലായിരിക്കും. നമുക്ക് എന്തായാലും ചുമ്മാ ഒന്ന് ഇട്ട് വെക്കാം. എങ്ങാനും ഇനിയിപ്പോൾ നമ്മുടെ ടു ബി ഫ്രാങ്ക്, ഞാൻ ഈ ഒരു സ്പൈഡർ ഹുക്കിൻ്റെ വലിയൊരു ഫാനല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഐസ് ബോക്സിനെ എടുത്ത് ഏറ്റവും ഫ്രണ്ടിലേക്ക് വെക്കുവാണ്. നമ്മൾ നമ്മുടെ സ്പൈഡർ ഹുക്കിനെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. പെർഫെക്റ്റ്. ആദ്യത്തെ അവസാനത്തെ സ്പൈഡർ ഹുക്ക് ഒരു ആഴ്ചയിൽ അവിടെ ചെന്നപ്പോൾ താന്ന് കിടത്തുകൊണ്ടാണ്. അതിനുശേഷം ഞാനിതിനെ ഫുൾ ഡ്രാഗിലിട്ടങ്ങ് വെച്ചിരിക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. കഴിച്ചുകൊണ്ടായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചോളൂ. ജിനോജാതിനൊരു കിടുക്കാച്ചൊരു പുല്ലടിച്ചത്. ഇത് കണ്ടോ എന്നാ സൈസാന്ന് നോക്കിയേ. ഞാൻ ഓർത്തില്ല കയറുമെന്ന്. കാര്യം ഇവനെ കയാക്കിലിരുന്ന് ലാൻഡ് വെച്ച് പാടാണ്. ഇനിയുള്ള ടാസ്ക് എന്നാന്ന് വെച്ചാൽ ഇവനെ വെള്ളത്തിലിടണം. അതും ഒരു ടാസ്ക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ നൈസായിട്ട് വലയ്ക്കകത്ത്, ജിനോജൻ പറഞ്ഞാൽ വലയ്ക്കകത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മേൽ ചൂണ്ടിലാണ് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സീനില്ല. നല്ല കട്ടിയാണ് മേൽ ചൂണ്ടിന്. അതാ സൂപ്പർ പുല്ലൻ. നമ്മളിവൻ നൈസായിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഈ വള്ളിയിൽ നമ്മുടെ കയാക്കിനെ ഇങ്ങനെ കെട്ടിയിടും. രണ്ടുപേരും കൊത്തുണ്ട്. ആ നോക്കട്ടെ. കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. സൈസല്ല, വലിയ സൈസില്ല. ഓ എന്നാ ഫൈറ്റാന്ന് നോക്കിയേ. തീരെ ചെറുതല്ല, പക്ഷെ എന്നാ ഒത്തിരി വലുതുമല്ല. നമ്മൾ ഇവനെ ഇതിനകത്ത് തന്നെ വെച്ചിട്ട് അഴിക്കുവാണ്. യുവമാർക്ക് ഭയങ്കര ഊരുള്ള മീനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടാസ്ക്കാണ്. ഓ അവൻ ചാടിയത് കറക്റ്റ് വെള്ളത്തിലോട്ടായ എൻ്റെ ഭാഗ്യം. നമുക്ക് ഈ ഒരു സൈസൊക്കെ മതി. അടിപൊളി. സൂപ്പർ. ഞാൻ പിടിക്കാം കേട്ടോ. അയ്യോ, ഇനി കട്ടള രോഗമല്ലാണെന്ന് വെച്ചാൽ അത്രയും സൈസില്ലെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടോ ഇല്ല. ഞാൻ എൻ്റെ അടുത്ത് ഇറക്കി വെക്കാവേ. മുട്ടണല്ലേ, അത് ഫൈറ്റാ. പറയാൻ പറ്റത്തില്ല. മീൻ ചെറുതാണെങ്കിൽ ചിലപ്പോൾ നല്ല സൂപ്പർ ഫൈറ്റ് ആയിരിക്കും. ഇവൻ ഇങ്ങോട്ട് പൊക്കി കൊണ്ടുവരാൻ പറ്റുമോ? അല്ലല്ല, വലുതാ. നിൽക്കട്ടെ. ഇതുണ്ടോ ജിനോജ പിടിക്കാൻ വെച്ചിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. നൈസായിട്ടൊന്ന് പൊക്കിക്കുക പയ്യെ. ഓ ജിനോജ വലുതാ. നൈസാ. അയ്യോ, ഇത് കിട്ടിയാൽ ജിനോജ സൂപ്പർ ആയിരിക്കേ. ലൂസായാലും വിട്ടു, അതാ പ്രശ്നം. ഓ ജിനോജ ഇവനായി സൈസാട്ടോ. പയ്യെ പൊക്കി. ഇങ്ങോട്ട് ഇനി ഇങ്ങോട്ട് അടിക്കേ. ജിനോജ ഇന്ന് പിടിക്കും. എനിക്ക് ജിനോജൻ പിടിച്ചതിൽ ഏറ്റവും വലിയ പുല്ലൻ. ഓ ഇതുവരെ കിട്ടിയിട്ടില്ല ഈ സൈസ് പുല്ലൻ. എൻ്റെ അമ്മേ, ഇതുണ്ടോ? ഞാൻ ഉണ്ടല്ലോ ഇതിനെ കളയുന്നില്ല. ഇവനിങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഇവനെ പിടിക്കുന്ന ടാസ്ക്കാണ്. ഈ യോജന കൈ കൊണ്ട് പിടിക്കാൻ പാടാ വെച്ചാ ഹുക്കെ കൂടെ അങ്ങോട്ട് ഇടാം. ഏത് അല്ല നല്ല ഹുക്കാ. ഇല്ലില്ല. ഇനി എടുക്കാലോ. ഇനി ഒരു സീനില്ല. വലിയമായി നിൽപ്പുണ്ട് കേട്ടോ. ഓ ജിനോജ
ഓ സൂപ്പർ പുല്ലൻ കിടിലൻ. ജിനാജൻ പിടിച്ചതിലുണ്ടല്ലോ, ജിനാജൻ പിടിച്ചതിൽ ജിനാജൻ ലൈഫ് ടൈം ഫിഷ് ആയത്. പുല്ലനകത്ത് പുല്ലൻ. എന്നാലും ഇതിനൊക്കെ പോകാതെ രക്ഷിക്കുന്ന ഞാനാണ്. ആ ആ വലുതാണോ? ഓ അയ്യോ എൻ്റെ ചൂണ്ട. കുഴപ്പമില്ല പിടിച്ചോളത്തില്ല അവനെ. വാടാ. ചെറിയ മീനുകളാണ് കൊത്ത് കൂടുതലും, ഭയങ്കര ചാട്ടം. ഇതുണ്ട് എല്ലാം മേൽച്ചൂണ്ടല്ലേ കയറുന്നത് കേട്ടോ. ജിനോച്ചൻ ഇന്ന് ഭയങ്കര ഫോമിലാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഫോമിലാണ് ജിനോച്ചൻ. എനിക്ക് തോന്നുന്നില്ല ജിനോച്ചൻ ഇന്ന് പിടിക്കാൻ പറ്റുന്നു, ഈ ആഴ്ച പിടിക്കാൻ പറ്റും തോന്നുന്നില്ല. ഞാൻ ജിനോച്ചനെ ഇവിടെ നോക്കുന്നില്ല, ജിനോച്ചനെ ഇവിടെ നോക്കുമ്പോഴായിരിക്കും എൻ്റെ താക്കുന്നത്. ഓ എൻ്റെ പൊന്നെ, ഇതന്നെ ഇത് ജിനോച്ച. എനിക്കറിയത്തില്ല എത്രയാണത്, 4 തോന്നുന്നു. ഇങ്ങോട്ടോ അടിപൊളി. സൂപ്പർ. അടുത്ത് തന്നെ നമ്മൾ വലയ്ക്കകത്തിട്ടുണ്ട്. എനിക്ക് പിടിക്കാൻ സമയം പോലും തരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനിടുന്ന തീറ്റ മൊത്തം മീനിൻ്റെ മണം ഉണ്ടെന്ന് തോന്നുന്നത്, അതായിരിക്കും കേട്ടോ മിക്കവാറും എനിക്ക് കിട്ടാതെ. അങ്ങനെ വല്ലതും ഉണ്ടോ? അയ്യോ ആ എൻ്റെ ഇന്നത്തെ 2ാമത്തെയാന്ന് തോന്നുന്നു. എത്രയാമത്തെ? വേണ്ട. കുറച്ച് സൈസ് ഉണ്ട്, പക്ഷെ അധികം സൈസ് ഇല്ല. വേടാ പോലെടാ. നിലത്ത് വെച്ചാൽ പണിയാണ് കേട്ടോ. കാരണം വേണ്ട, ഓക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് തീറ്റ വെക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ആ ജിനോജിന് ഇടുന്നത് ഇച്ചിരി കയറ്റി ഇട്ടാട്ടെ. ആ വലുതാണോ? വല എടുക്കണോ? ജിനോജിന് അടുത്ത് അടിച്ചിട്ടുണ്ട്. ഓ അടിപൊളി. അവൻ്റെ ചൂണ്ടക്കറി ഉടക്കോ? പുല്ലിനിടയ്ക്ക് കയറിയ പണിയാണ്, കാരണം പുല്ലിനിടയ്ക്ക് കയറി കഴിഞ്ഞാൽ ഏത് നിമിഷവും ഇവൻ ഊരി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ പുല്ലിൻ്റെ അഡ്വാൻറ്റേജ് എന്നാ വെച്ചാൽ ഇവൻ്റെ മേൽച്ചുണ്ട് നിങ്ങൾ കണ്ടല്ലോ, ഭയങ്കര കട്ടിയാണ്. അപ്പം ഒരു പരിധി വരെ അവരങ്ങ് ഊരി പോകാൻ ചാൻസ് കുറവാണ്. ആ പൊക്കി ഇങ്ങോട്ട് ആ അടിപൊളി. ഇതെന്നാ ജിനോജ, ഇത് നേരത്തെ അത്ര സൈസ് ഇല്ല, പക്ഷേ കിടിലൻ സൈസ്. അയ്യോ പൊക്കടാ. ആ ഇല്ല കുഞ്ഞതാ. പാടാ. ഓ അവനെ കുളിപ്പിക്കുവാണ് കേട്ടോ. എൻ്റെ ദേഹത്ത് മൊത്തം വെള്ളമാക്കുവാണ്. ഓടല്ലേടാ, ഇങ്ങി വാ. മതി വാ. ചാടല്. ഇതാ ഞാൻ പറഞ്ഞു കേട്ടോ. ഇതുണ്ടോ ഇവൻ്റെ ഈ മേൽച്ചുണ്ട് കണ്ടോ, പെട്ടെന്നൊന്നും അങ്ങനെ ഊരി പോകത്തില്ല. സമയം 6:15 കൊത്തിന് ഒരു കുറവില്ല കേട്ടോ. ഓ അയ്യോ ഒരുമിച്ച് ഡബിൾ അടിക്കണ്ടായിരുന്നു കേട്ടോ. ഇത് മീനുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സ്പൈഡറിൽ എന്തോ അടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നേ. ചെറിയ പുല്ലാണ് കേട്ടോ. അയ്യോ വിട്ടുപോയി. അയ്യോ ഇതിടാല്ലേ. അങ്ങനെ സമയമുണ്ടല്ലോ 7 മണി ആകാനായിട്ട് 10 മിനിറ്റ്. നമ്മുടെ ഇന്നത്തെ ഫിഷിങ് വൈൻഡപ്പ് ചെയ്തു. ഞാൻ കിട്ടിയ മീനിനെ കാണിക്കാം കേട്ടോ. അതിനു മുമ്പ് നമുക്കിവനെ സേഫായിട്ടൊന്ന് കെട്ടി വെക്കണം. അപ്പോൾ നമ്മൾ മീനിനെ ഇതുണ്ട് വെള്ളത്തിന് ഇട്ടിരിക്കുവാണ്. മീനിനെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് സ്ഥലത്ത് കയറണം കേട്ടോ. ആഹാ മീനെ കിടന്ന് പെട്ടയ്ക്കുന്നു. ജിനോചാച്ചനും കണ്ടിട്ടില്ല ആക്ച്വലി മീനിനെ. ഫസ്റ്റ് നമ്മൾ മീനിനെ മാക്സിമം നമുക്ക് ജീവനോടെ കൊണ്ടുപോകാൻ പറ്റും നോക്കാം. നമ്മുടെ ഐസ് ബോക്സിൽ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ അടിപൊളി. നമുക്ക് ഇങ്ങനെ തന്നെ വെള്ളത്തേക്ക് ഇടുന്നുണ്ടല്ലോ. കുറച്ച് പാടാണ്, എന്നാലും ജീവിക്കുന്നവന്മാർ ജീവിക്കട്ടെ. ഏഴ് 14. എന്താണെന്ന് അറിയത്തില്ല, നിങ്ങളെ ഇല്ലാതെ പോകുമ്പോ ഭയങ്കര മീൻ കിട്ടലാ. ബോട്ട് വന്ന ഉടനെ ഈ സെയിം സ്ഥലത്ത് നിങ്ങളായിട്ട് പോകും. പക്ഷെ ചേച്ചിക്ക് ബോട്ടക്കറാൻ പേടിയല്ലേ? ഓ അവിടെ മീൻ എന്ന് പറഞ്ഞ എന്റെ ഇഹാൻകുട്ട, നീ ഇതുമെല്ലാം കാണുന്നുണ്ടോ? അവിടെ നിറച്ച് മീനാ, ഫുള്ള് മീൻ. കൂരിവാള, ചെമ്പല്ലി, വാള, വാഗ, പുല്ലൻ. അവിടെയല്ല ഇവിടെ കാണണോ നിനക്ക്? മീനെ കാണണോ? കാണിച്ചുതരാം. ഷോ മീനിന്റെ ഒരു നടക്കടക്ക് ഫ്രണ്ട് നടന്നു. ഒരു കുഴപ്പമില്ല. പാള ഇച്ചിരി. ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് ആരെന്നറിയോ?
ഞാൻ ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ചാ ഞാൻ. കണ്ടേ അല്ലല്ല എടാ ഇത് കണ്ടോ മാറി നിൽക്കാൻ അവന് കാണാൻ പറ്റുന്നില്ല. അമ്മേ നമ്മളിതിനെ വറക്കാനാണ് കറി വെക്കാണോ പോണേ? വറക്കാൻ. അങ്ങനെയാണല്ലോ. മമ്മിയാണെങ്കിൽ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ മസാല തേക്കാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോ നമ്മള് മീനിന് വേണ്ട മസാല അരച്ചെടുക്കാൻ വേണ്ടി പോവാണ് അല്ലേ മീൻ? ആദ്യമേ ആണല്ലോ നമ്മൾ ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞെടുക്കുവാണ്. അതിനുശേഷം ഒരു നാരങ്ങ, ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അതിനകത്തേക്ക് ഇത് ആവശ്യത്തിന് മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതേ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു 2 ഇതള് കറിവേപ്പില. അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ പകുതി അങ്ങ് പിഴിഞ്ഞ് ചേർക്കുവാണ് കേട്ടോ. വലിയ മീനായതുകൊണ്ട് മമ്മി പറയുന്നത് മുഴുവനും ചേർക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു നാരങ്ങ മുഴുവനെ അങ്ങ് പിഴിഞ്ഞ് ചേർക്കുവാണ്. ഇത് കണ്ടല്ലോ. ഇനിയിപ്പോ ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ മസാല അരച്ചെടുത്തിട്ടുണ്ട്. മീനെടുത്ത് നമ്മൾ ചീനച്ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു മസാല നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ നമ്മൾ മസാല മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മീനിന്റെ വരഞ്ഞിടത്തൊക്കെ നന്നായിട്ട് മസാല തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മീൻ ഒരു 20 മിനിറ്റ് ഇരിക്കുവാണെങ്കിൽ നന്നായിട്ട് മസാല പിടിക്കും. അതിനുശേഷമാണ് നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്യുന്നത്. അടുപ്പ് കത്തിച്ചിട്ട് നമ്മുടെ പാൻ എടുത്ത് അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ. അങ്ങനെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3 ഇതള് കറിവേപ്പില ഇങ്ങനെ എടുത്ത് വെക്കുവാണ്. കറിവേപ്പില ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ നമ്മുടെ മീൻ ഇതുണ്ടോ, നമ്മുടെ പാനിൻ്റെ സൈസിന് ഏകദേശം കറക്റ്റ് ആയിരിക്കും. ഇത് കണ്ടല്ലോ, നമ്മുടെ പുല്ലനെ എടുത്തിട്ട് നമ്മളിത് നമ്മുടെ പാനയിലോട്ട് വെക്കുവാണ്. നമ്മളിതിനെ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, നമ്മളിതിനെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നമ്മൾ എത്ര സമയം എടുക്കും ഫ്രൈ ആവാനായിട്ട്? 10 മിനിറ്റ്. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻ ഫ്രൈ ആയി കിട്ടും. അങ്ങനെ നമ്മുടെ മീനിന്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. മമ്മിയാണെങ്കിൽ അതിനെ പയ്യെ മറിച്ചിടാൻ വേണ്ടി പോവാണ്. അടിപൊളി. ശരിക്കും ഇങ്ങനെ ഫ്രഷ് മീൻ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഫ്രൈ ചെയ്യുമ്പോഴേക്കാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ എത്ര സമയം എടുക്കും മീൻ ഫ്രൈ? അങ്ങനെ നമ്മുടെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. മമ്മിയാണെങ്കിൽ ഒരു പ്ലേറ്റിൽ കുറേ സവോളയും അതുപോലെ നാരങ്ങയും കട്ടി വെച്ചിട്ടുണ്ട്. മീൻ അങ്ങനെ പൊടിയാതെ തന്നെ നമ്മൾ നമ്മുടെ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ടേ, അങ്ങനെ നമ്മുടെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ഉണ്ട്. മമ്മി കഴിക്കാം. അഞ്ചു കുറേ നാളായാലും പുല്ലം കഴിച്ചിട്ട് അടിപൊളി. നമുക്കിന്ന് വേറെ കറികൾ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. മമ്മി വീട്ടിലിട്ട് അച്ചാറുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മീൻകറി, കുറച്ച് പുളിശ്ശേരി, അതുപോലെ തന്നെ കോവയ്ക്ക. അപ്പോൾ കഴിച്ചാലോ? നമുക്ക് കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. ചൂടുണ്ട്, അതുപോലെ തന്നെ എടുക്കുമ്പോൾ മുള്ളു ശ്രദ്ധിച്ചോണം. ഈ പുല്ലിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതിന്റെ ദശയ്ക്കകത്തൊക്കെ മുള്ളുണ്ടാക്കി. നോക്കി. ഓക്കെ ആണോ? ഇനി കടിക്കുമ്പോൾ നോക്കിക്കോണം എങ്ങനെയുണ്ടെന്നേ. അടിപൊളിയാണോ? എന്നാ എല്ലാവരും എടുത്ത് ഇനി എല്ലാവരും കഴിച്ചു. നാരങ്ങ പിഴിഞ്ഞായിരുന്നോ? നാരങ്ങ പിഴിച്ചു.
അടിപൊളി അടിപൊളി അടിപൊളി. 5 വീട്ടിൽ പോകാൻ കേട്ടോ. എന്റെ വീട്ടിൽ പോയിരുന്നെങ്കിൽ പുല്ലം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. മമ്മി വെച്ചേനെ മമ്മി വെച്ചേനെ ഫ്രഷ് പോലെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എങ്ങോട്ടേ അടിപൊളി അടിപൊളി. ഇത് ഫ്രഷ് ആയതുകൊണ്ട് നമ്മള് ജീവനോടെ കൊണ്ടുവന്ന് ഇങ്ങനെ എങ്ങോട്ടേ നല്ല നല്ല രുചിയാണോ? സൂപ്പർ. അമ്മ എങ്ങോട്ടാ പോയി? നല്ല മീൻ അടിപൊളിയാണ്. കുത്തിക്കൊണ്ടിരിക്കുന്നല്ലേ? വെള്ളത്തിനകത്ത് കിടക്കണ നീന്തിനാ വെള്ളത്തിൽ പൊങ്ങി കിടക്കണേ. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴേക്കും നമ്മുടെ കുഞ്ഞ് സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട്. പേരെന്താ? നോറെ. നോറെ ഏത് ക്ലാസ്സാണ് പഠിക്കുന്നത്? 2ല്. താങ്ക്സ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇപ്പം എടുക്കില്ലേ? ആ ഫ്രെയിം അങ്ങനെ തന്നെ വെച്ചോ. അങ്ങനെ തന്നെ പ്രശ്നമില്ല. ഞാൻ ആ ഫ്രെയിമിലോട്ട് കയറി വന്നോളാം. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്ക്.